ആ പക്ഷിയെ നിങ്ങളിതിൽ പകർത്തരുത്. നിങ്ങൾക്കതെടുക്കാൻ കഴിയില്ല. നിങ്ങളാരാ? ഞാനൊരു വിപ്ലവകാരിയാണ്. യക്ഷി? ഇത് ഞാനെന്ന വിപ്ലവകാരിയുടെ ചിന്തയോ അനുഭവമോ കഥയോ ആയിരിക്കാം. എന്താണ് നിങ്ങളുടെ ഭാഷയിലെ വിപ്ലവം? എന്തായാലും യക്ഷികളുടെ വിപ്ലവമായിരിക്കില്ല. പേടി തോന്നുന്നുണ്ടോ? എന്തിന്? ഞാൻ എന്തിനൊരു വിപ്ലവകാരിയെ പേടിക്കണം? നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവന് എന്തിനു പേടി? മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ വിപ്ലവം? അവനവന് വേണ്ടി ചെയ്യുന്നതിനെ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കണം. എന്ത് നേടി? നഷ്ടങ്ങളല്ലാതെ. എന്തെങ്കിലും നേടാനോ നഷ്ടപ്പെടാനോ വേണ്ടി ആയിരുന്നില്ല. ത്യാഗം തന്നെയല്ലേ വിപ്ലവം? ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുന്നു. പക്ഷേ ഈ ഒറ്റപ്പെടൽ, അത് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ? എന്താണ് ഉദ്ദേശം? ഒറ്റപ്പെടൽ തന്നെയാണ് ഉദ്ദേശം. ഇരുട്ടിനെ പ്രണയിച്ച് ജീവിക്കുക, സ്വയം സന്തോഷം കണ്ടെത്തുക, പുതിയ വഴികൾ തേടുക, ചിത്രങ്ങൾ എടുക്കുക, കണ്ടെത്തുന്ന വഴികളെക്കുറിച്ചൊന്ന് എഴുതുക. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ. ഉത്തരം? മരിക്കാൻ വേണ്ടി. മരണമെന്ന യാത്രയിലേക്കുള്ള ചുരുങ്ങിയ ചില നിമിഷങ്ങൾ മാത്രമാണ് ജീവിതം. അതിലൊരുപാട് ദുഃഖങ്ങൾ, സന്തോഷം, നിരാശ, പ്രണയം, പരാതികൾ, അവസാനം റിയാലിറ്റിയിലേക്ക് തന്നെ ഒരു തിരിച്ചുപോക്ക്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ ശരിക്കും വിഡ്ഢികളാണല്ലേ? നിങ്ങൾ എപ്പോഴും കലയിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഇടയിൽ സത്യമെന്താന്ന് തിരിച്ചറിയാൻ നമ്മളെപ്പോലുള്ള ചില വിപ്ലവകാരികൾ മാത്രം. ജീവിതം പൂർത്തിയാവാൻ മരണം അനിവാര്യമാണ്. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണോ യക്ഷികളുടെ വിപ്ലവം? അല്ല. ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് ഒരു യക്ഷി ഉണ്ടാവുന്നത്. ഞങ്ങളുടെ വിപ്ലവം അദൃശ്യമായതാണ്. ഞങ്ങളുടെ സ്നേഹവും കലഹങ്ങളും യുദ്ധങ്ങളും ഞങ്ങൾക്കിടയിൽ തന്നെയാണ്. ശരിക്കും ഞാനൊരു സ്വപ്നത്തിലാണോ? എന്താണ് യാഥാർത്ഥ്യം? കണ്ണിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ? എന്താണ് സത്യം? എന്താണ് യാഥാർത്ഥ്യം? രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, രണ്ടും ഒന്നായിരുന്നു എന്ന എൻ്റെ ചിന്തയെ പൊളിച്ചെഴുതുകയായിരുന്നു യക്ഷി ചെയ്തത്. എന്താണോ നീ കാണുന്നത് അത് യാഥാർത്ഥ്യം എന്നതാണ് നിന്റെ ബോധം, നിന്റെ വിശ്വാസം. പക്ഷെ സത്യം ഒരിക്കലും അതാവണമെന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നീ ജീവിച്ചപ്പോൾ, സ്വന്തം കുടുംബത്തെ നോക്കാതായപ്പോൾ, ഗതികേട് കൊണ്ടവർ ആത്മഹത്യ ചെയ്തു എന്നതാണ് നീ കണ്ട യാഥാർത്ഥ്യം. ഒപ്പത്തിനൊപ്പം നടന്ന നിന്റെ ഉറ്റ സുഹൃത്ത് കാരണമാണ് ആ കുടുംബം മുഴുവൻ ജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നതെന്ന സത്യം നീ അറിഞ്ഞില്ല. ഇനിയും നീ അറിയാത്ത, കാണാത്ത എത്രയോ സത്യങ്ങൾ ചുവന്ന കൊടിയുടെ പിൻബലത്തിൽ മാർക്സിസം കെട്ടിപ്പടുക്കുന്ന തിരക്കിൽ നിന്നെ വിഡ്ഢിയാക്കി മറ്റൊരു യാഥാർത്ഥ്യം കാണിച്ചു തന്ന് സത്യം എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷെ നീ സത്യം അന്വേഷിച്ചില്ല. നിന്റെ നേതാക്കളുടെ ആഹ്വാനമനുസരിച്ച് തെറ്റും ശരിയും ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു നീ. വെറും മനുഷ്യൻ. നീ അന്ധനായിരുന്നു. കണ്ണു തുറക്കൂ. ഇവിടെ നിന്നാണ് നിന്റെ വിമോചനത്തിൻ്റെ സമയം തുടങ്ങുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതിലൂടെയല്ല നോക്കേണ്ടത്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നിനെയും ഇത് നിനക്ക് കാണിച്ചു തരില്ല. എവിടെയാണ് നിനക്ക് പിഴവ് പറ്റിയതെന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ ആശയങ്ങൾ തെറ്റായിരുന്നു എന്നാണോ? ഒരിക്കലുമല്ല. നിന്റെ ആശയത്തെ നീ നോക്കിക്കണ്ട വീക്ഷണമായിരുന്നു തെറ്റ്. ഒന്ന് നിൽക്കൂ. എൻ്റെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്?
ദൂരെ ഒരു പുഴയുണ്ട്. അതിൽ കുറച്ച് മുതലക്കുഞ്ഞുങ്ങളും മീൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തിൽ അവർ കഴിഞ്ഞു പോകുമ്പോൾ മുതലക്കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും അവരുടെ സൗഹൃദം മറ്റെല്ലാ ജീവജാലങ്ങളെയും അമ്പരിപ്പിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ടു പോയി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ മുതലക്കുഞ്ഞുങ്ങൾ വളർന്നു, മീനുകളും. ഒരു ദിവസം തള്ളമുതല കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുട്ടികളെ, നമ്മൾ മുതലകളാണ്, നമ്മളാണ് വേട്ടക്കാർ. മീനുകൾ നമ്മളുടെ ഇരകളും. അവർ നിങ്ങളുടെ കൂട്ടുകാരല്ല, ഭക്ഷണമാണ്. നിങ്ങളുടെ വയറിനുള്ളിൽ ദഹിച്ചാവിയാകാനാണ് അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പോയി അവർ ആസ്വദിച്ച് കഴിക്കുക. അമ്മയുടെ വാക്ക് തട്ടാൻ കഴിയാതെ മുതലകൾ എല്ലാ മീനുകളെയും കൊന്നു തിന്നു. എന്നിട്ട് പുഴ വറ്റി, കാട് വരണ്ടു. പക്ഷെ മുതലകൾ മുതലകളായി തന്നെ തുടർന്നു. കാരണം അവരായിരുന്നു വേട്ടക്കാർ. മറ്റെല്ലാവരും അവരുടെ ഇരകളും. വേട്ടക്കാരാകാൻ ജനിച്ചവർ വേട്ടക്കാരെ തന്നെ തുടരും. അവരവരുടെ ഇരകളെ സ്നേഹിക്കും, വഞ്ചിക്കും, കൊലപ്പെടുത്തും. എന്നിട്ടവരെ തിന്നും. ഇതുതന്നെയല്ലേ എനിക്കും സംഭവിച്ചത്? ഞാനും ഒരു ഇരയായിരുന്നില്ലേ? ഒരു മനുഷ്യൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നത് അവൻ്റെ മരണസമയത്താണ്. ഞാൻ മരിക്കുവാണോ? വിപ്ലവകാരിക്കെന്താ, പേടിയാണോ? ഇല്ല, പേടിയില്ല. പേടിക്കണം. ജീവിക്കാൻ പേടിക്കണം. മരിക്കാനാ പേടി വേണ്ട. ഇല്ല, പേടിക്കില്ല. എന്നെയും കൊണ്ടുപോകാമോ? എവിടേക്ക്? മരണത്തിലേക്ക്. ഞാൻ നിന്റെ ഉപബോധ മനസ്സാണെന്ന് നീ തിരിച്ചറിയുന്നില്ല. നിന്റെ മരണവുമായി വന്നതാണ് ഞാൻ. നീ എപ്പോഴേ മരിച്ചു. മരണശേഷം ഇതാണ് സംഭവിക്കുക. നീ അറിയാത്ത സത്യങ്ങളെല്ലാം നീ തിരിച്ചറിയും. ഇതുവരെയുള്ള നിന്റെ ജീവിതം ഒരു യാത്രയിലെന്ന പോലെ നീ കാണും. ഞാൻ തന്നെയാണ് നീ. നമ്മൾ വിപ്ലവകാരികളാണ്. ഇരുട്ടിൽ ഞാൻ കണ്ണുകളടയ്ക്കവേ യക്ഷി അവളുടെ ദ്രംഷ്ടകൾ എൻ്റെ കഴുത്തിലേക്ക് അമർത്തി.